ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇത് കുറച്ച് വീഡിയോസിൻ്റെ ഒരു കമ്പൈലേഷനാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിട്ട് ഐ വിൽ ടോക്ക് അബൌട്ട് സംതിങ്. എന്താ പറയുക, വെറുതെ എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് തോട്ട്സൊക്കെ. അപ്പം ഒരു പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് കുറച്ച് ഗ്ലൂമി ടൈംസ് ആയിരുന്നു. നമുക്ക് വീടൊക്കെ ഒരു മെസ്സാണ്, നമ്മളുടെ റുട്ടീൻ ഒരു മെസ്സാണ്, എല്ലാം മെസ്സി ആയിട്ടിരിക്കുന്ന സമയം. പുറത്ത് മഴ, ഒരു ഡാർക്ക്നെസ്, പിന്നെ നമുക്ക് ഇതാണ് 4 ഡോഗ്സാണ് വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പുറത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എങ്ങനെയായാലും ചളിയാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ടൈമാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ ട്രൈങ് ടു ഫൈൻഡ് പീസ് ആണ് എൻ്റെ മെയിൻ ലക്ഷ്യം വിത്ത് എന്താ പറയുക എവ്രി സിംഗിൾ ഡേ, എസ്പെഷ്യലി റെയിനി സീസണിൽ. അപ്പം ഹാവ് യു ഗൈസ് ഹേർഡ് അബൌട്ട് സീസണൽ ഡിപ്രഷൻ? സീസണൽ ഡിപ്രഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് ഉള്ളതാണ്, പക്ഷെ പലവരും അത് അറിയാതെ പോകും. ബിക്കോസ് അത്രയ്ക്ക് ടോക്ഡ് അബൌട്ട് അല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എസ്പെഷ്യലി റെയിനി സീസൺ ആകുമ്പം പല ആൾക്കാർക്കും അതിനോടൊരു ബാഡ് അസോസിയേഷൻ, അല്ലെങ്കിൽ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ടൈമാണ്. ഇറ്റ്സ് നോട്ട് ആസ് സിവിയർ ആസ് ക്ലിനിക്കൽ ഡിപ്രഷൻ ഓർ എനിത്തിങ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ സംതിങ് ആൻഡ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷെയർ അത് ഈ ഒരു സമയത്ത്. എനിക്കതില്ലെങ്കിലും ഐ ഹാവ് പീപ്പിൾ അറൗണ്ട് മീ ഹൂ സഫർ വിത്ത് ദ സെയിം. എനിക്കതില്ലെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ട് മെഡിക്കേഷൻ ഉള്ള ഒരു പേഴ്സണാണ്. അപ്പം അതെന്തോ ഒരു മോശം കാര്യമെന്നുള്ള പോലെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ഗ്ലൂമി ടൈം ആണെങ്കിൽ തന്നെയും നമ്മൾ വിചാരിച്ചു വി നീഡ് ടു ഗോ ഔട്ട്, വി നീഡ് ടു പുട്ട് ourselves ഔട്ട് ദെയർ. നമുക്ക് ഉള്ളിൽ തോന്നും ലൈക്ക് വീട്ടിലിരിക്കുക, നമുക്കിങ്ങനെ കോസി അപ്പ് ചെയ്യുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മളൊരു വാക്കിന് പോകാൻ. അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ളവർക്കറിയാം, നമ്മൾ സരോവരം പാർക്കിൻ്റെ അവിടെയാണ് വന്നത്. നമ്മൾ ചപ്പലൊക്കെ ഇട്ടിട്ടാണ് നടക്കാൻ പോയത് കേട്ടോ. അപ്പം അവിടെ വളരെ പ്രൊഫഷണലായിട്ട് രാവിലെ വാക്കിന് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചപ്പലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വന്നു. പിന്നെ ഇതാ എൻ്റെ ഇവിടെ പംകിൻ, ഇപ്പം കുറച്ചായിട്ട് പംകിനാണ്. നമുക്ക് ഡോഗ്സിന് പംകിൻ വേണം, നമുക്ക് പംകിൻ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെജിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ഇത് ട്രഷർ ഹണ്ട് പോലെ അതിൻ്റെ ഇടയിൽ പിന്നെ നടന്നപ്പോൾ എനിക്കൊരു പംകിൻ കിട്ടി. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പംകിൻ. അത് ഇവരുടെ ചിക്കനിലും ബീഫിലും ഒക്കെ വെച്ച് കഴിക്കുന്നത് വളരെ ഇഷ്ടമായതുകൊണ്ട് ഇവർക്ക് പംകിൻ ഇങ്ങനെ കിട്ടുമ്പം തന്നെ വളരെ ഹാപ്പി. ഇവരായിട്ടും എനിക്ക് കാണിച്ചു തരിക അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനത്തെ കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോടെയാണ് ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും മിക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സൂക്കി എങ്ങനെയോ കൺട്രോൾ ചെയ്തിട്ടാണ് സൂക്കി നിൽക്കുന്നത്. സൂക്കി കുഞ്ഞാവുന്ന സമയത്ത് സൂക്കി എന്ത് ഫുഡ് കണ്ടാലും അവൾ വിഴുങ്ങി കളയായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അവൾ വെൽ ട്രെയിൻഡാണ്, അവൾക്ക് അങ്ങനെ കഴിക്കരുതെന്നൊക്കെ അറിയാം. ഇതിനൊക്കെ ശേഷം നമുക്ക് അഗൈൻ കുറേ കാലമായിട്ട് പുട്ട് ഓഫ് ചെയ്യുന്ന കാര്യമായിരുന്നു കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ. അപ്പം അത് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് കാറ് കിട്ടി. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോകുന്നത്. നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഓട്ടോ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഓട്ടോയിൽ പോകാറില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറൊക്കെ കിട്ടി, വീട്ടിലെത്തി, ഈവനിങ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അതിൽ ഞാൻ പിന്നെ ഇങ്ങനെ വെറുതെ എന്താ പറയുക, നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഗാലറിയിൽ ഇതുപോലെ ഉള്ള പല ചെടികളുടെയും അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പല മൊമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ തന്നെ കുറേ ഉണ്ട്. ഈ ചെടി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതാണ് സ്വീറ്റ് ആൽമണ്ട് പ്ലാന്റ്. ഭയങ്കര ഗുഡ് സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ സാപ്ലിങ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പ് കിട്ടുകയാണെങ്കിൽ എന്തായാലും വീട്ടിൽ നടണം കേട്ടോ. ഇതിങ്ങനെ കുറേ ഉണ്ടാവും ചെയ്യും ആൻഡ് ഇറ്റ് സ്മെൽസ് റിയലി ഗുഡ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വൺ ലാസ്റ്റ് ചായ കൂടിയാണ്. എന്നെപ്പോലെ എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സോ ദിസ് വാസ് അവർ ഡേ. ഡു ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ഇങ്ങനത്തെ വീഡിയോസ്. ബൈ.